നമസ്കാരം. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവരും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം JLT ഹിന്ദിയുടെ ഇന്റർവ്യൂ ഡേറ്റ് എല്ലാം വന്നിരിക്കുകയാണ്. മെയിലാണ് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മളുടെ മുന്നിലിരിക്കുന്ന കുറച്ച് സമയം എത്ര മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇന്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെയാണ് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും JLT ഇന്റർവ്യൂവിന് വേണ്ടി ഹിന്ദി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ രീതിയിൽ നമ്മൾ എങ്ങനെ ആൻസർ പറയണം, നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. നിങ്ങൾക്ക് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു പാക്കേജ് പോലെ നിങ്ങൾക്ക് ഈ സ്പോക്കൺ ഹിന്ദി ചാനലിൽ നിങ്ങൾക്ക് JLT ഹിന്ദി ഇന്റർവ്യൂയുടെ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മെയിൻ ആയിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എക്സാം ഇസ് എ ഗെയിം അല്ലെ. എത്ര മനോഹരമായിട്ട് നമ്മൾ ഒരു സ്പോർട്സ് അത്ലറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് ആ ഗ്രൗണ്ടിൽ അവർ പെർഫോം ചെയ്യുന്നു, മിനിമം ആ ഒരു ടൈമിന്റെ ഉള്ളിൽ അവർ എത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു, അതേപോലെയാണ് ഒരു എക്സാം ഹാളിൽ നമ്മൾ പെർഫോം ചെയ്തത്. പക്ഷെ ആ എക്സാം ഹാളിൽ എന്താണുള്ളത്? നമ്മളും ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു ആൻസർ പേപ്പറിനെയോ ക്വസ്റ്റ്യൻ പേപ്പറിനെയോ അല്ല, മറിച്ച് നമ്മുടെ ജഡ്ജ് ചെയ്യാനിരിക്കുന്ന ഒരു പാനലിന്റെ മുന്നിലാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, എങ്ങനെ നമ്മൾ ആൻസർ പറയണം, ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. സോ ഇനിയും മുന്നോട്ടേക്ക് പോവാൻ ഒരു ഗൈഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ, എങ്ങനെയാണ് എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ ഞാൻ ആൻസർ പറയണം, എങ്ങനെയാണ് ഞാൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.